ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഹരിയുടെ വിനീതമായ നമസ്കാരം. ഗൗര ഭാഗവത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശിവരാത്രിയുടെ കുറച്ച് തയ്യാറെടുപ്പുകളായിരുന്നു. ശിവരാത്രി ഭഗവാന്റെ കാരണത്താൽ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞു. ശിവരാത്രി പൊതുവെ ചില ഭക്തർ ചിന്തിക്കും, കൃഷ്ണഭക്തർ ശിവരാത്രി ആഘോഷിക്കാറുണ്ടോ? മഹാദേവന്റെ ആൾക്കാർ വേറെ, ഭഗവാന്റെ ആൾക്കാർ വേറെ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ മഹാദേവൻ ഏറ്റവും ഉത്തമ ഭഗവത് ഭക്തനാണ്, ആചാര്യനാണ്, നമ്മുടെ ഗുരുസ്ഥാനത്താണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത്തിൽ പരാമർശിക്കുന്നു, ഏറ്റവും ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞ മഹാദേവനാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തിയിലുള്ളവർക്കേ മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ശിവരാത്രി എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവരുടെ ഭൗതിക ലാഭത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ താത്വികപരമായിട്ട് മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കി ശിവരാത്രി ആഘോഷിക്കുന്നതാണ് യഥാർത്ഥ ആഘോഷം. എൻ്റെ വീഡിയോസ് എല്ലാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങൾ വീഡിയോസ് കണ്ടോ? ശിവരാത്രി ആഘോഷത്തിൻ്റെ കമൻസിലിടാം. നിങ്ങളുടെ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശിവരാത്രിയെക്കുറിച്ച് എന്ന് കമൻസിലിടാം. പിന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 14-ാം തീയതി ഗൗർ പൂർണിമ അല്ലേ? അതിനോടനുബന്ധിച്ചാണ് നമ്മളെല്ലാ ദിവസവും ഗൗരഭാഗവതം അടിയൻ്റെ ഗുരു മഹാരാജായ പരംപൂജ്യ ജയപതാക സ്വാമി ഗുരു മഹാരാജ് രചിച്ച ഗൗരാംഗ എന്ന് പറയുന്ന ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഗൗരഭാഗവതം ചർച്ച ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദി അതിമനോഹരമായ ചൈതന്യ ചരിതാമൃതം രചിച്ചിട്ടുണ്ട്. ഗുരു മഹാരാജിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ചൈതന്യ ചരിതാമൃതത്തിൻ്റെയും പിന്നെ ചൈതന്യ മംഗൾ, അങ്ങനെ പല പല ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് ലഭിച്ച സാക്ഷാത്കാരങ്ങളുടെ അടിസ്ഥാനത്തിലും രചിച്ച ഗ്രന്ഥമാണ് ഗൗരാംഗ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഗൗരഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഭക്തർ കമൻസിലിടും പെട്ടെന്ന്. ശിവരാത്രിയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടോ? നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശിവരാത്രി ആഘോഷം? നിങ്ങളെല്ലാവരും മിസ് ചെയ്തോന്നറിയാം. നമ്മുടെ ലൈവ് ഫേസ്ബുക്ക് ഫോളോവേഴ്സിൽ നിന്നും കുറേ ഭക്തർ വന്നിരുന്നു ആശ്രമത്തിൽ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട്. അവർക്കെല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. സാധാരണ രീതിയിൽ ശിവരാത്രി വ്രതമെടുക്കുന്ന ഭക്തർക്ക് ഇത്രയും നേരം ഉപവാസം ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നാട്ടിലെ ഒരു ആചാരപ്രകാരം പൊതുവെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാവിലെ മുതൽ സന്ധ്യാസമയം വരെയാണ് ഇവർ ഉപവാസം ഇരിക്കുന്നത്. അതിനുശേഷം പുഴുക്കൊക്കെ കഴിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇത് രാത്രിയോളം ഭക്ഷണമൊന്നും കഴിക്കാതെ നിർജ്ജല വ്രതത്തിലായിരുന്നു. ഇവിടുത്തെ ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പൊതുവെ ശിവരാത്രി ദിവസം ഉറക്കമുളയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ എല്ലാവരും സന്തോഷത്തോടുകൂടി എല്ലാവരും സേവനം ചെയ്തുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. ഇനി മുന്നോട്ടുള്ള ആഘോഷങ്ങൾ നിങ്ങളും പങ്കെടുക്കുക. ഒരു നവ്യാനുഭവമായിരിക്കും ആശ്രമത്തിൽ വന്നിട്ടുള്ള ആഘോഷങ്ങളിൽ. ഭക്ത കൂട്ടായ്മയിൽ ഒന്നിച്ച് നിൽക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതായത് നിങ്ങളുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സത്സംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടാറില്ലേ? അതിനെക്കാട്ടിയും കൂടുതൽ സന്തോഷം കിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഭക്ത കൂട്ടായ്മയിൽ നിന്ന്. കാരണം നിങ്ങളെപ്പോലെ മനസ്സുള്ള ഭക്തരാണ് ഈ ഒരു ഭക്ത കൂട്ടായ്മയിലുള്ളത്. അതുകൊണ്ട് ഒന്നിച്ച് ആ ഭക്ത കൂട്ടായ്മയിൽ വന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്തിയിൽ പുരോഗമിക്കാൻ ഒരുപാട് പ്രചോദനമൊക്കെ ലഭിക്കും. വീഡിയോസ് കണ്ടവർ കമൻസിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും നമ്മുടെ ഗൗരഭാഗത്തിലേക്ക് കിടക്കാം. ഗൗരഭാഗവതം നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ആദ്യമായിട്ട് ലൈവിൽ വന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഞങ്ങൾക്ക് ഭാഗ്യമില്ല അവിടെ വരാൻ, പങ്കെടുക്കാൻ. ഗുരുജി സമയം കണ്ടെത്തുക, എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ നോക്കുക കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി വരാൻ ശ്രമിക്കുക. പ്രഭുജി ലോകമെമ്പാടും യാത്ര ചെയ്യുന്ന ആളല്ലേ?
പ്രഭുജി പറയുന്ന വീഡിയോസ് കണ്ടപ്പോൾ എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു? ശിവരാത്രി ആഘോഷത്തിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗർ പൂർണിമ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഗുരുവായൂരപ്പൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ വന്ന നമുക്കെല്ലാവർക്കും കാരുണ്യം നൽകിയതാണ്. ഭഗവാന്റെ ആ കാരുണ്യത്താലാണ് കലിയുഗത്തിൽ, ഇത്രയും ഘോരമായിട്ടുള്ള കലിയുഗത്തിലും നമുക്കൊരു ശ്വാസം എടുക്കാനെങ്കിലും പറ്റുന്ന. ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ശ്വാസത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മാവിനൊരു ശ്വാസം എടുക്കാൻ പറ്റും. അതായത് ഒരു ഉപമ പറഞ്ഞതാ, ആത്മാവിൻ്റെ ആനന്ദം, ആത്മാവിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധ്യാത്മിക കാര്യത്തിലൂടെയാണ്. അന്നേരം നമുക്ക് ഈ ഒരു ജീവശ്വാസം പോലെ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്ദേശങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സത്സംഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളിൽ പല വ്യക്തികളും ദീക്ഷ എടുത്തു, നാമം ജപിച്ചു തുടങ്ങി, ഇപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. ഇതിനെല്ലാം കാരണം ചൈതന്യ മഹാപ്രഭുവാണ്, അല്ലേ? ഇത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. നമുക്ക് ഗൗരഭാഗവത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമുദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിത ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരദവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാദ് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേ നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്രസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ
ഗോപേശ ഗോപിക ഗാന്ധ രാധാ കാന്ത നമസ്തേ. ജയതാം സുരദോ ഭംഗോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമതി നമോ നമഃ. ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീനഗോവിന്ദദേവോ കൃഷ്ണാദിസേവ്യമാനുസ്മരം. ശ്രീമന്ദാസരസാരംഭി വംശീവടത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥശ്രീസ്തു തപ്തകാഞ്ചന ഗൗരാംഗീ ആദി വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे. मुगं करोति वाचालं रंगं लंघयितेगिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं. हरि ओം തത്സത്. ഹരേ കൃഷ്ണ. പിന്നെ നമ്മൾ ഈ ഒരു മഹത്തായിട്ടുള്ള അറിവുകളെല്ലാം നമുക്ക് ഈ ലഭിച്ചത് ശില പ്രഭുപാജിയുടെ കാരുണ്യത്താലാണ്. പ്രഭുപാജിയെ സ്മരിച്ചുകൊണ്ട് ഗൗരഭാഗവതം നമുക്ക് തുടരാം. എല്ലാവരും ശ്രദ്ധിച്ച് ശ്രവിക്കുക. അതിലൂടെ നമ്മുടെ ജീവിതം ഒരുപാട് പുരോഗമിക്കും. കഴിഞ്ഞ ഗൗരഭാഗവത്തിൽ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വിവാഹം നടക്കുന്ന ആ ഒരു ഭാഗം വരെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് തുടരാം. അതിനുശേഷം ഭഗവാൻ അച്ഛൻ്റെ പിണ്ടോദക ക്രിയകൾ ചെയ്യാനായിട്ട് ഗയയിൽ പോകുന്നതും അവിടെ നിന്ന് ഈശ്വർപുരിയെ കണ്ട് ഈശ്വർപുരിയിൽ നിന്ന് ദീക്ഷ ലഭിക്കുന്ന അവിടം വരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് സത്സംഗം കേൾക്കുന്ന ഭക്തരോട് ഞാൻ പറയുന്നു, ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ വേറെ ഒരു പേര് ഗൗരാംഗ എന്നാണ്. ഗൗരാംഗ എന്ന് പറഞ്ഞാൽ ഗൗരവർണ്ണമുള്ളവൻ. ഗൗര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഗൗരാംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണ നിറമുള്ളവൻ, സ്വർണത്തിൻ്റെ നിറമുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഗൗരാംഗൻ നമ്മൾ വിളിക്കുമ്പോൾ ഗൗര എന്ന് വിളിക്കാറുണ്ട്. അതാണ് ഗൗരഭാഗവതം. ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ കലിയുഗത്തിലുള്ള ഒരു അവതാരമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഈ അവതാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവത്തില്ല. കാരണം ഭഗവാൻ ഒരു ഭക്തനായിട്ടാണ് അവതരിച്ചത്. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ പോലും ഇങ്ങനെയുള്ള ഒരു സെയിൻറ്റ്ലി പേഴ്സൺ, ഇങ്ങനെ ഒരു സാധു, ഇങ്ങനെ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു എന്ന് അവർ കറക്റ്റ് 15-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ആചാര്യൻ ഈ ലോകത്തുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് തെളിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവർ അദ്ദേഹത്തെ ഒരു സാധാരണ ആചാര്യനായിട്ട് കാണുന്നു. സാധാരണ ആചാര്യൻ അല്ലെന്ന് അവരും പറയുന്നുണ്ട്. കാരണം വലിയൊരു ബംഗാൾ പ്രദേശത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ആചാര്യനാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ സർവോപരി അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പൊതുവെ 90കളിൽ ഒരു ട്രെൻഡായിരുന്നു. അതായത് 90കളിലോ 80കളിലോ ഒക്കെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പവർഫുള്ളായിട്ട് സംസാരിക്കാനും കുറേ ഫോളോവേഴ്സിനെയും ക്രിയേറ്റ് ചെയ്ത സാധുജനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ഓർഗനൈസേഷനുള്ള എല്ലാവരെയും ഈശ്വരനാണെന്ന് അവരുടെ ശിഷ്യർ അവകാശപ്പെടാറുണ്ടായിരുന്നു. പല ഓർഗനൈസേഷൻസും ഉണ്ട് അങ്ങനെ. അവർ പറയുന്നത് ഇത് ഈശ്വരനാണ്, ഇത് ഈശ്വരനാണെന്നൊക്കെ അല്ലേ. അന്നേരം അങ്ങനെയുള്ള ഒരു കൾട്ടല്ല നമ്മുടേത്, ചൈതന്യ മഹാപ്രഭുവിൻ്റേത്. കൾട്ടെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു, അത് സത്യമാണോ നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു കൾട്ടല്ല നമ്മുടേത്. ഇത് ആധികാരികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയാണ്. അല്ലാതെ ഒരു കുറച്ച് പേർക്ക് മാത്രം തോന്നിയത് കൊണ്ട് ഇത് അവതാരമാണെന്ന് അവകാശപ്പെടുന്നതല്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തെളിവുണ്ട്. പല പല ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ അവകാശപ്പെടുന്നത്. നമ്മൾ മാത്രം അവകാശപ്പെടുന്നതല്ല. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയുടെ സപ്പോർട്ട് ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് ഒരു പല വിഭാഗം ഓർഗനൈസേഷൻസിലും പല പല വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ, നമ്മൾ ഇത് ഈ ഒരു ഫിലോസഫി വിശ്വസിക്കുന്നു,
ഈഷ ഫൗണ്ടേഷൻ ഇതാണ് വിശ്വസിക്കുന്നത്, ശ്രീ രവിശങ്കർ ഓർഗനൈസേഷൻ ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കൾട്ട്, അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ ഒരു കൾട്ട്. അങ്ങനെ ഒരു കൾട്ടല്ല ഇസ്കോൺ എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒരു മോഡേൺ അപ്രോച്ചിലൂടെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ, അതിൻ്റെ ഒരു നമ്മുടെ മദർ ഓർഗനൈസേഷനാണ് ഇസ്കോൺ. അതിൽ നിന്ന് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പശ്ചാത്തലത്തെ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഗുരുവായൂർ ബേസ് ചെയ്ത് സാധാരണ ഇന്നത്തെ മോഡേൺ ജനറേഷനിലുള്ളവർക്ക്, മലയാളികൾക്ക് ഈ ഒരു മഹത്തായിട്ടുള്ള അറിവുകൾ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നൽകാൻ വേണ്ടിയാണ് ഈ ഗോലോകൻ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമുക്കെന്നാ ചർച്ച തുടരാം. അങ്ങനെ ചൈതന്യ മഹാപ്രഭു തിരിച്ച് നവദ്വീപിലേക്ക് എത്തുകയാണ്. വിവാഹം കഴിഞ്ഞ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹത്തിന് മുമ്പായിരുന്നു ജഗന്നാഥ് മിശ്ര, അതായത് ഭഗവാന്റെ അച്ഛൻ, ഈ ലോകം വിട്ടു പോയത്. അതിനെ തുടർന്നായിരുന്നു ഭഗവാന്റെ വിവാഹം. നമ്മൾ വളരെ ചുരുക്കത്തിലാണ് ഈ ഭഗവാന്റെ ലീലകളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഗൗരഭാഗവതം നമ്മൾ ഭഗവാന്റെ ലീലകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. പക്ഷേ നമ്മളൊരു ഐഡിയ കിട്ടാൻ, ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാനും പിന്നെ ആ ലീലകൾ കുറച്ചും കൂടെ അതിൻ്റെ മാധുര്യം അനുഭവിക്കാനുമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ അച്ഛൻ, അത് നന്ദമഹാരാജിൻ്റെ തന്നെ അവതാരമായിരുന്നു ജഗന്നാഥ് മിശ്ര എന്ന് പറയുന്നത്. യശോദാമ്മ തന്നെയാണ് ശചി മാതയായിട്ട് വന്നത്. അന്നേരം ജഗന്നാഥ് മിശ്ര ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്, പ്രത്യക്ഷനാവുകയാണ്, അത് മരിക്കുകയാണ്. സാധാരണ കണ്ണു വെച്ച് നോക്കുമ്പോൾ മരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ പാർശ്വതരാർക്കും മരണമില്ല, അവർ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തരാണ്. ലീലയുടെ ഭാഗമായിട്ട് നമുക്കങ്ങനെ തോന്നും മരിക്കുന്നതായിട്ട്. അങ്ങനെ ജഗന്നാഥ് മിശ്ര മരിച്ചതിന് ശേഷം ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. വിവാഹം അതിന് മുമ്പായിട്ട് അതിൽ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസസ് നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്തായാലും ശേഷക്രിയകൾ ചെയ്യുമ്പോൾ അന്നേരം ജഗന്നാഥ് മിശ്രയെ വിവാഹം കഴിച്ച് ഭഗവാന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ജഗന്നാഥ് മിശ്ര പോയെന്ന് നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിടത്തുനിന്ന് റെഫറൻസ് എടുത്തപ്പോൾ ജഗന്നാഥ് മിശ്ര പോയതിന് ശേഷമായിരുന്നു ഭഗവാൻ വിവാഹം കഴിച്ചതായിട്ട്. നമുക്കൊന്നും കൂടെ അത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് പ്രകാരം ഈ ഒരു ബുക്കിലും പറയുന്നത് എക്സാക്ട് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞു, അതിനുശേഷം അച്ഛൻ്റെ ശേഷക്രിയകൾ ചെയ്യാനായിട്ട്, ശേഷക്രിയകൾ എന്ന് പറഞ്ഞാൽ പിണ്ടോദക കർമ്മങ്ങൾ ചെയ്യാൻ, ശേഷക്രിയ എന്തായാലും കഴിഞ്ഞു, പിണ്ടോദക കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഭഗവാൻ ഗയയിലേക്ക് പോകാൻ. പക്ഷെ അപ്പോഴത്തേക്കും ഭഗവാന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും അന്നേരം ഭഗവാൻ രണ്ടാമതും വിവാഹം കഴിക്കുന്നുണ്ട്. അത് വിഷ്ണുപ്രിയ ദേവിയാണ്. ആദ്യം വിവാഹം കഴിച്ചത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. ലക്ഷ്മിപ്രിയ ദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷം ലക്ഷ്മിപ്രിയ ദേവി ഗയയിൽ പോകുന്ന സമയത്ത് ഭഗവാൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ലക്ഷ്മിപ്രിയ ദേവി ഈ ലോകം വിടുകയാണ്. കാരണം ഭഗവാന്റെ ആ വിരഹം താങ്ങാൻ പറ്റാതെ. അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജഗന്നാഥ് മിശ്ര പോയതിന് ശേഷം ആണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് പിന്നെ മിക്കവാറും ആ ഒരു ശേഷക്രിയകളൊക്കെ ചെയ്തു. അതിനുശേഷം പിണ്ടോദക കർമ്മങ്ങൾ അച്ഛന് വേണ്ടി പിന്നെ ഗയയിൽ പോയിട്ട് ചെയ്യാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാകാം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗയയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈശ്വർപുരിയെ കാണുന്നത്. ആരാണ് ഈ ഈശ്വർപുരി? വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഓർത്ത് ഇരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. കാരണം ഈശ്വർപുരിയിലൂടെയാണ് നമ്മൾ മധ്വ സമ്പ്രദായമായിട്ട് കണക്റ്റ് ആവുന്നത്. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര 4 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ. പത്മപുരാണം അനുസരിച്ച് ബ്രഹ്മ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം. അതിലെ ബ്രഹ്മ സമ്പ്രദായത്തിലാണ് മധ്വാചാര്യൻ വരുന്നത്.
ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ മധ്വാചാര്യരാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്നേരം ആ മധ്വാചാര്യരിൽ വരുന്ന ഒരു ആചാര്യനാണ്, മധ്വാചാര്യരുടെ പരമ്പരയിലൂടെ വരുന്ന ഒരു ആചാര്യനാണ് മാധവേന്ദ്രപുരി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈശ്വർപുരി. ആ ഈശ്വർപുരിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു ദീക്ഷ സ്വീകരിക്കുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? കമൻസിൽ ടൈപ്പ് ചെയ്യോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻസിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ, ഇതുവരെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ചർച്ച തുടരാം. ഓക്കെ, നമുക്ക് ചർച്ച തുടരാനാണ് നിങ്ങളെല്ലാവരും പറയുന്നതെങ്കിൽ തുടരാമെന്ന് കമൻസിൽ ടൈപ്പ് ചെയ്യാം. അഥവാ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുവരെ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും വേണമെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി, കുറച്ചും കൂടെ വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ആ ചോദ്യം ഇടാം. ഓക്കെ, അല്ലാതെ നമ്മൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ചർച്ച തുടരാം എന്ന് കമൻസിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാര്യം ഒന്നും കൂടെ ആലോചിക്കുക. ആദ്യം ചർച്ച എന്താണ് ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ വരാൻ ഉണ്ടായ കാരണം എന്തായിരുന്നു? രുക്മിണി ദേവിയായിട്ടുള്ള സംവാദമാണ്. അതായത് ദ്വാരകയിൽ ഭഗവാൻ രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് രുക്മിണി ദേവിയുടെ ആ വിരഹമൊക്കെ കണ്ടിട്ട് ഭഗവാൻ അത്ഭുതപ്പെടുകയാണ്. നീ എന്താ ഇത്രയും കരയുന്നത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ രുക്മിണി ദേവി പറയാൻ, നിനക്കത് അറിയത്തില്ല, ഭഗവാനെ അങ്ങേക്ക് അത് മനസ്സിലാവത്തില്ല. കാരണം ഇപ്പം രുക്മിണി ദേവി ഭർത്താവെന്നുള്ള ആ സ്വാതന്ത്ര്യം കൊണ്ട് നീ എന്ന് പറയും, നമ്മളങ്ങനെ പറയുന്നില്ല. അപ്പോൾ രുക്മിണി ദേവി പറയുകയാണ്, നിനക്കത് അറിയത്തില്ല കൃഷ്ണ, കാരണം ഇത് രാധാദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോഴാണ് നാരദ മഹർഷി അവിടെ വരുന്നത്. നാരദ മഹർഷിയായിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ കലിയുഗം വരികയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കലിയുഗത്തിലുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങ് യുഗധർമ്മമായ ഹരിനാമം ചെയ്യാൻ എല്ലാവരെയും പഠിപ്പിക്കണ്ടേ? ഓക്കെ, ഒന്നുകൂടി പറയാമോ? എന്താണ് പറയേണ്ടത് പ്രോജി? ഒന്നും കൂടെ കമൻസിൽ ഇടും കേട്ടോ. എന്താണ് എക്സ്പ്ലനേഷൻ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പ്രോജി പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി അവിടെ വന്നിട്ട് പറയുകയാണ്, കലിയുഗത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ ഭഗവാനെ? അത്രയും, കാരണം കലിയുഗത്തിലുള്ളവർക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്യണം? കാരണം നമ്മൾ മറ്റ് യുഗങ്ങളെ പോലെ ആയുസ് നമുക്കില്ല. പിന്നെ മറ്റ് യുഗങ്ങളിലുള്ളത് പോലെ ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സത്സംഗത്തിനായിട്ട് നിങ്ങളിപ്പോൾ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ പറയും, ഇതെന്തുവാണ് ജോലി, വേറെ ജോലിയൊന്നും ഇല്ലെന്ന്. അതൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കും. അതേ സമയത്ത് നിങ്ങൾ TV ഓൺ ചെയ്ത് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക, സീരിയൽ കണ്ടുകൊണ്ട് സിനിമ, അത് വളരെ നോർമലായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷേ സത്സംഗം റെഗുലർലി ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു മഹാപ്രഭു ദീക്ഷ എടുത്തതുവരെ പറഞ്ഞില്ലേ? ഓക്കെ, അതായത് ചൈതന്യ മഹാപ്രഭു വിവാഹം കഴിച്ചു. വിവാഹം എപ്പോഴാണ് കഴിച്ചത്? ജഗന്നാഥ് മിശ്ര മരിച്ചതിന് ശേഷം. വീണ്ടും ഓർക്കുക, മരണമില്ല, പക്ഷെ ആ ലീലയുടെ ഭാഗമായിട്ട്. അതിനുശേഷം ഭഗവാൻ വിവാഹം കഴിച്ചു ലക്ഷ്മിപ്രിയ. അന്നേരം ഈ ലക്ഷ്മിപ്രിയ ദേവി ലക്ഷ്മി ദേവിയുടെ തന്നെ അംശമാണ്. ഇനി വിഷ്ണുപ്രിയ ദേവിയും വരും. ഇവരെല്ലാം ഭഗവാന്റെ ശക്തിയുടെ തന്നെ അംശമാണ്, ഭഗവാന്റെ ശക്തികൾ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ഗയയിലേക്ക് അച്ഛൻ്റെ പിണ്ടോദക കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ചാണ് ഈശ്വർപുരിയെ കാണുന്നത്. ഈശ്വർപുരിയെ ഭഗവാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഭഗവാൻ കാണുന്നത്. ഇനി ഈശ്വർപുരി എന്ന് പറഞ്ഞാൽ മധ്വ സമ്പ്രദായത്തിൽ വരുന്ന ആചാര്യനാണ്. മധ്വ സമ്പ്രദായത്തിലെ മധ്വാചാര്യൻ മുതൽ ഈ മധ്വ സമ്പ്രദായം ആരംഭിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ് മാധവാചാര്യൻ. അതിൽ മുന്നോട്ട് മാധവേന്ദ്രപുരി വരുന്നു. ആ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വർപുരി. അങ്ങനെ ആ ഈശ്വർപുരിയിലൂടെയാണ് നമ്മൾ ഈ ഒരു സമ്പ്രദായമായിട്ട് കണക്ട് ആയിരിക്കും, മധ്വ സമ്പ്രദായമായിട്ട്. ക്ലിയർ ആയല്ലോ? ബീഹാർ ഗയയിൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും ആ ഗയ തന്നെയാണ്. ഗയയിൽ അവിടെ വെച്ചാണ് ചൈതന്യ മഹാപ്രഭുവിന് ദീക്ഷ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ?
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുഗം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആയുസ് കുറയുന്നു, ബുദ്ധി കുറയുന്നു, ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യം കുറയുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങൾ പുറമോട്ട് പോയി കഴിഞ്ഞാൽ 90കളിൽ അല്ലെങ്കിൽ 80കളിൽ കുറച്ചും കൂടെ സ്പെസിഫിക്കലി TV കൾച്ചറൊക്കെ ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുമ്പേ എല്ലാ വീടുകളിലും വൈകുന്നേരങ്ങളിൽ സത്സംഗം ഉണ്ടായിരുന്നു. അതും വീട്ടിനകത്ത് കുത്തിയിരിക്കത്തില്ലായിരുന്നു എല്ലാവരും. ഒരു പൊതുവേദികൾ അല്ലെങ്കിൽ അമ്പലത്തിൽ എല്ലാവരും ഒത്തുകൂടി കീർത്തനവും ഭജൻസും അങ്ങനെയായിരുന്നു. അതായിരുന്നു ഗെറ്റ് ടുഗെദർ. അന്നേരം ഇന്നങ്ങനെ ഇല്ലല്ലോ. ഇന്നെല്ലാം പാർട്ടി, പബ്ബ്, അതൊക്കെയാണല്ലോ കൾച്ചർ. അന്നേരം കലിയുഗത്തിൽ ആധ്യാത്മിക കാര്യത്തിൽ ഇൻട്രസ്റ്റ് മുന്നോട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അന്നേരം അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താൻ എന്താ വഴി എന്നാണ്. അധർമ്മത്തെ എങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈതന്യ മഹാപ്രഭു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പരമ്പര വരുമോ? ഈ ഒരു പരമ്പര വന്നില്ലായിരുന്നുവെങ്കിൽ പ്രഭുപാദ്ജിയും ഗുരു മഹാരാജും നമ്മുടെ ജീവിതത്തിൽ വരുമോ? അതങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഗോലോകൻ ട്രസ്റ്റ് ഉണ്ടായിരിക്കുമോ? ഗോലോകൻ ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ നാമജപത്തെക്കുറിച്ചൊക്കെ അറിയുമായിരുന്നോ? നമ്മൾ നമ്മുടെ വീടുകളിൽ TVയും കണ്ടുകൊണ്ട് ഇങ്ങനെ ബോറിംഗ് ലൈഫായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നേനെ ആണോ? അല്ലേ? അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് ഈ ഒരു പരമ്പരയിലൂടെയല്ലേ. അന്നേരം ഇത് മുൻകൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു നാരദ മഹർഷിയും ഭഗവാനുമായിട്ട്. അങ്ങനെ അവർ നിശ്ചയിച്ചതാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിലൊന്നും ഇല്ല. അതുകൊണ്ട് മറ്റേത് വ്യക്തികളെക്കാട്ടിയും നമുക്ക് എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭു വന്ന ഏറ്റവും വലിയ കാരുണ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു. നമ്മുടെ മാത്രം ജീവിതമല്ല, ലോകമെമ്പാടുമുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ന് നിൽക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ്. അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകമെമ്പാടും ആ വെസ്റ്റേൺ കൾച്ചർ ആയിരിക്കുന്ന സമയത്ത് പ്രഭുപാദ്ജി ലോകമെമ്പാടും ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനെ കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഈ കൾച്ചർ നിലനിൽക്കുമായിരുന്നു. പ്രഭുപാദ്ജി വിദേശ രാജ്യങ്ങളിൽ പ്രചരണം ചെയ്തു. അവിടെ തന്നെ അടിയൻ്റെ ഗുരു മഹാരാജ് വന്നു. അങ്ങനെ ആ ഗുരു മഹാരാജിലൂടെയല്ലേ നമ്മളെല്ലാവരും ഈ ഭക്തിയിൽ വന്നു. എന്നാലോചിച്ചു. അതിൻ്റെ അർത്ഥം ഇത് വലിയൊരു കാരുണ്യമാണ് നമുക്ക് എല്ലാവർക്കും വെച്ച്. ഭഗവാൻ നവദ്വീപിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുറേ ലീലകൾ നടന്നു എന്ന് ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു. കാരണം ഭഗവാൻ ദീക്ഷ എടുക്കുന്നവരെ ഭഗവാന്റെ അവതാര ഉദ്ദേശം പ്രകടിപ്പിച്ചില്ലായിരുന്നു. ഓർമ്മയില്ല നിങ്ങൾക്ക്? നിമായി പണ്ഡിതായിട്ട് ഭഗവാൻ ഓരോ വീടുകളിലും പോയി സന്ദർശിക്കുകയും ഓരോ വ്യക്തികളിൽ നിന്നും പല പല ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും ഭഗവാന്റെ പാണ്ഡിത്യം ചർച്ചകളിലൂടെ തെളിയിക്കുന്നതും ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യരെയും കൊണ്ട് നടക്കുന്നതായിട്ട് ഓർമ്മയില്ലേ? അന്നേരം തിരിച്ചു വന്ന നിമായി ആ ഒരു നിമായി അല്ല. കാരണം ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് അവതാര ഉദ്ദേശം? ഹരിനാമം എല്ലാവർക്കും നൽകുക, സങ്കീർത്തനം എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുക, എല്ലാവരെയും ഭക്തിയിൽ ഉദ്ധരിക്കുക, ഭക്തിയിൽ കൊണ്ടുവരിക, ഭക്തിയിൽ പുരോഗമിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് അവിടുത്തെ മഹാപ്രഭുവിൻ്റെ ലക്ഷ്യം. അല്ലേ? ഇത് നമുക്ക് ചർച്ച തുടരാം. ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിരുന്നു. ചൈതന്യ മഹാപ്രഭു ആ ഭക്തിയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, കാനൈ നടശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഗൗരാംഗ മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനെ കാണുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കാണുകയാണ്. അതെങ്ങനെ? നമ്മൾ വിചാരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയല്ലേ ചൈതന്യ മഹാപ്രഭു? അത് തന്നെയല്ലേ സ്വാമിജി ഇത്രയും നേരം പറഞ്ഞത്? അതെ, പക്ഷേ ഭഗവാന്റെ ഭക്തന്റെ ഭാവത്തിലിരിക്കുകയാണ്. ഭഗവാൻ ഭക്തി ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്നേരം ഒരേ സമയത്ത് ഭഗവാൻ തന്നെ അതായത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഭഗവാൻ വന്നത് ഭക്തി ആസ്വദിക്കാനാണ്, ഭക്തനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഭക്തനായിട്ട് ഇരിക്കുമ്പോഴും ഭഗവാനായിട്ടും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കണം. അതായത് ഭഗവാൻ ഈ അവതാരം എടുത്ത് വന്നപ്പോൾ ഗോലോകത്ത് ആരും ഇല്ല എന്ന് കരുതരുത്. അതായത് ഭഗവാൻ വിഷ്ണുവായിട്ട് ഈ പരിപാലനമെല്ലാം ചെയ്യുമ്പോൾ ഗോലോകത്ത് ഭഗവാൻ ഇല്ല എന്ന് ചിന്തിക്കരുത്. ഭഗവാൻ ഒരേ സമയത്ത് വൃന്ദാവനത്തിലും ഉണ്ട്, ഭഗവാൻ ഒരേ സമയത്ത് മധുരയിലും ഉണ്ട്, ദ്വാരകയിലും ഉണ്ട്, ഭഗവാൻ അയോധ്യയിലും ഉണ്ട്, നരസിംഹ രൂപത്തിലും എല്ലാ വൈകുണ്ഠ ലോകങ്ങളിലും ഉണ്ട്. ഭഗവാൻ അത് കൂടാതെ പരിപാലനവും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ടും നിത്യം ലീലകൾ ചെയ്യുമ്പോൾ ഗോലോകനാഥനും അവിടെയുണ്ട്. അപ്പോ ഭഗവാൻ ഭക്തഭാവത്തിൽ ഇരിക്കുമ്പോഴും ഭഗവാന്റെ ഭാവത്തിലും അവിടെ ഉണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് തന്നെ ദർശനം നൽകുകയാണ്. അതായത് ഇത് കുറച്ചും കൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂസ് ആവുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ജഗന്നാഥ് പുരിയിൽ നമ്മൾ ചൈതന്യ മഹാപ്രഭു പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥനെ നോക്കി വിരഹത്താൽ കരയുന്നു. അന്നേരം ഇത് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ജഗന്നാഥാണ്. എന്നിട്ട് അകത്തിരിക്കുന്ന ജഗന്നാഥ് ഒരേ ആള് തന്നെയാണ്. ഇപ്പോ യശോദാമ്മ വടിയും പിടിച്ച് ഇങ്ങനെ അടിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ കരയുന്നു. അന്നേരം ഇത്രയും പേടിക്കേണ്ട ആവശ്യം എന്താണ്, അല്ലേ? പക്ഷെ അത് ലീലയുടെ ഭാഗമാണ്. അതേപോലെ ഭഗവാൻ അഭിനയിക്കുകയല്ല, അനുഭവിക്കുകയാണ്. ആ ഭക്തി രസത്തെ അനുഭവിക്കുകയാണ്. അതായത് ഉണ്ണിക്കണ്ണനായിട്ട് യശോദ അമ്മയുടെ ആ വാത്സല്യം ഭഗവാൻ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. അതേപോലെ ഭഗവാൻ ഇവിടെ ഭക്തനായിട്ടിരിക്കുമ്പോൾ ആ ഭക്തി രസത്തെ ആസ്വദിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലായത്. അന്നേരം ഇത് ഞാൻ വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഥവാ ഞാൻ റിമൈൻഡ് ചെയ്യാൻ മറന്നുപോയാലും നിങ്ങൾ നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്യുക. ചൈതന്യ മഹാപ്രഭു ഈസ് ദ സുപ്രീം ലോർഡ് ഹിംസെൽഫ്. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോരുത്. ഭക്തന്റെ ഭാവത്തിലിരിക്കുകയാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ഭക്തന്റെ ചരിതം പറയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ ചരിതത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഭക്തൻ മാത്രമല്ല, ഭഗവാനും കൂടിയാണ്. അന്നേരമാണ് അവിടെ മാധുര്യം വർദ്ധിക്കുന്നത്. ഭക്തചരിതം തീർച്ചയായിട്ടും അതിമധുരമാണ്. സന്ത് തുകാറാം മഹാരാജിൻ്റെയും പൂന്താനം നമ്പൂരിപ്പാടിൻ്റെയും കുറൂരമ്മയുടെയൊക്കെ ചരിതം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആനന്ദവും പ്രചോദനവും തോന്നും. പക്ഷെ ഇവിടെ രസം കൂടുകയാണ്. കാരണം ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനാവുകയാണ്. ഭഗവാൻ എങ്ങനെയാണോ സാരഥിയായത് പാർത്ഥന്റെ, ഭഗവാൻ ഓരോരോ ലീലകൾ ചെയ്യുമ്പോൾ ഓരോരോ പല വേഷങ്ങൾ ധരിക്കുന്നത്, അതേപോലെ ഇവിടെ ഭക്തന്റെ ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഇതൊരിക്കലും നടക്കാത്ത സംഭവമാണ്. ഭഗവാൻ ഒരിക്കലും ഭക്തനായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് പല ഓർഗനൈസേഷനിലും അവിടുത്തെ അവർ ഗുരു എന്ന് വിചാരിക്കുന്ന വ്യക്തികളെല്ലാം അവർ ഭഗവാനായിട്ട് പൂജിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും നടന്നിട്ടില്ല. അവർ വിശ്വസിക്കുന്നത് അത് ഭഗവാനാണെന്ന്. ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ചില പേരുകൾ നിങ്ങൾ ആരും വിഷമിക്കരുത്. ഒരുപക്ഷെ അതായത് സത്യസായി ഓർഗനൈസേഷനിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു സത്യസായി ബാബ ഈശ്വരന്റെ അവതാരമാണെന്ന്. അമൃതാനന്ദമയി ഓർഗനൈസേഷനിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു അമൃതാനന്ദമയി ഈശ്വര ദേവിയുടെ അവതാരമാണെന്ന്. അന്നേരം ഷിർഡി സായിബാബ ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈവൻ നമ്മൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയും ഭഗവാനായിട്ട് പൂജിക്കുന്ന ചില വ്യക്തികളുണ്ട്. പിന്നെ ഈശ ഫൗണ്ടേഷനിൽ അവിടെ നമ്മുടെ ജഗ്ഗി വാസുദേവൻ അദ്ദേഹത്തെ സദ്ഗുരു എന്നുള്ള രീതിയിൽ ടൈറ്റിൽ കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തെയും മഹാദേവന്റെ ഒരു അംശമായിട്ടൊക്കെ ആൾക്കാർ പൂജിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ അതിൽ യാഥാർത്ഥ്യം ഇല്ല എന്ന് തന്നെ അടിയന്റെ ശാസ്ത്രങ്ങളുടെ പഠനത്തിലൂടെ അടിയൻ പറയുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തു. പക്ഷെ അവർ ചെയ്യുന്ന സോഷ്യൽ വർക്കിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കാം, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ എന്തിനേറെ പറയുന്നു, ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെ അവർ അതിനെ പ്രതിനിധീകരിക്കാൻ പറ്റുമോ എന്ന് തന്നെ ഒരു ചോദ്യമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു കമൻസ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യാം. എല്ലാവർക്കും എന്തും പഠിപ്പിക്കാനും പറയാനുള്ള അധികാരം, അത് ഫോളോ ചെയ്യാനുള്ള അധികാരം, അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് റിയലി ഓഥറൈസ്ഡ് ആണോ എന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അന്നേരം ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭഗവാന്റെ ഒരു അവതാരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈതന്യ മഹാപ്രഭുവാണ്. അന്നേരം അങ്ങനെ ഒരു അവതാരം ഇതിനു മുമ്പേ ഇല്ല, ഇനി ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഭഗവാൻ സ്വയം ഭഗവാന്റെ ഭക്തനായിട്ട് വന്നത് ഒരേ ഒരു സമയത്തേ ഉള്ളൂ, അത് ചൈതന്യ മഹാപ്രഭുവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക.
വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ കോപ്പി ചെയ്തിട്ട് പല വ്യക്തികളും പലരെയും ഈശ്വരനാക്കുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദജിയും ഈശ്വരനാക്കുന്നു, ശ്രീരാമകൃഷ്ണ പരമഹംസ അദ്ദേഹത്തെയും ഈശ്വരനാക്കുന്നു എല്ലാവരും. പിന്നെ ബ്രഹ്മകുമാരീസ് അവരും അവരുടെ ഫൗണ്ടറിനെ ഈശ്വരനാക്കുന്നു. അന്നേരം അങ്ങനെ എല്ലാവരും അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ആക്ച്വലി മനസ്സിലാവുന്നുണ്ട്, അവരെ എല്ലാവരും ഈശ്വരന് തുല്യമായിട്ട് പൂജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ പുതിയൊരു അങ്ങനെ പലതും നമുക്ക് വൃന്ദാവനത്തിലും കാണാൻ കഴിയും. വൃന്ദാവനത്തിലെയും പല വ്യക്തികളെയും അവർ ഒരു പോപ്പുലാരിറ്റി എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഈശ്വരനെ പോലെ അവരെ പൂജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുകയാണ്. അത് എല്ലാവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർക്ക് എന്താ ലാഭം എന്ന് അവർ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കാരണം നമ്മൾ ആധികാരികമായിട്ടുള്ള ഒരു പ്രോസസ്സാണല്ലോ ഫോളോ ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലുമൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വേണ്ടേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അല്ലാതെ ബ്ലൈൻഡ്ലി നമ്മൾ അതൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല, അല്ലേ? അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയും പറയുന്നു, ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്ര അറിവിൻ്റെ അടിസ്ഥാനത്തിലും ഈ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും അടിയും പറയുന്നത്, ആധികാരികമായിട്ട് ഭഗവാന്റെ തന്നെ ഭക്തനായിട്ടുള്ള ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു. വേറെ ആരും ഭഗവാന്റെ ഒരു അവതാരമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പ്രഭുജി പറയുന്നു, പ്രേമാനന്ദ് മഹാരാജിനെ കുറിച്ച് പറയാമോ? പ്രേമാനന്ദ് മഹാരാജ് വൃന്ദാവനത്തിലുള്ള അദ്ദേഹം ശ്രീ രാധാ വല്ലഭ് സമ്പ്രദായത്തിലാണ് വരുന്നത്. അന്നേരം അത് ഒരു വൃന്ദാവനത്തിലുള്ള ഒരു പരമ്പരയാണ്. ഹരിവംശ എന്ന് പറയുന്ന ഒരു ആചാര്യനിലൂടെ. ഹരിവംശം എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഓടക്കുഴലായിട്ട് പറയപ്പെടുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റെഫറൻസുകൾ നമുക്കെങ്ങും ലഭിക്കുന്നില്ല. അപ്പം ഭഗവാന് ആരിലൂടെയും ഏതൊരു പരമ്പരയും കൊണ്ടുവരാം. ശ്രീ രാധാവല്ലഭ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ മഹാദേവനുമായിട്ട് കണക്റ്റഡ് ആണ്. മഹാദേവൻ സ്വയം പൂജിച്ച വിഗ്രഹം. അങ്ങനെ ആ ഒരു പരമ്പരയിലൂടെ വരുന്ന ഒരു സാധുവാണ് പ്രേമാനന്ദ് മഹാരാജ്. പ്രേമാനന്ദ് മഹാരാജ് ആദ്യം വാരണസിയിലായിരുന്നു. അവിടെ പല പല തപശ്ചര്യകളും ഹിമാലയത്തിലൊക്കെ കുറേ തപസ്സുകളൊക്കെ ചെയ്തതാണ്. അദ്ദേഹം വൃന്ദാവനത്തിൽ വരികയും വൃന്ദാവനത്തിൽ കുറേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മധുകരി എന്ന് പറയും. സാധുജനങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ മധുകരിയിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പൊതുവെ മധുകരി എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുത്തു. അങ്ങനെ പാവം കുറേ വർഷങ്ങളോളം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രാധാവല്ലഭ് ക്ഷേത്രത്തിൻ്റെ പൂജാരിയിൽ നിന്നും ദീക്ഷ എടുക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം രാധാവല്ലഭ് സമ്പ്രദായമായിട്ട് വന്നത്. പിന്നെ അദ്ദേഹം നിത്യവും ഭാഗവതം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അത് കേൾക്കാനായിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് ഭാഗവതം പറയാനറിയാം. അങ്ങനെ പോപ്പുലാരിറ്റി കൂടി അദ്ദേഹം ഒരിക്കലും വൃന്ദാവനത്തിൽ പോകുന്നില്ല. അങ്ങനെ ഇപ്പം ഏറ്റവും പോപ്പുലറാണുള്ളത് അദ്ദേഹം വൃന്ദാവനത്തിൽ. ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, നടന്മാർ, സ്പോർട്സ് പേഴ്സണാലിറ്റീസൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. പക്ഷേ ശിക്ഷണങ്ങൾ നൽകുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം രാധാറാണിയെക്കുറിച്ച് അറിവുകൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തു. വലിയൊരു കോൺട്രിബ്യൂഷനാണ്. പക്ഷേ നമുക്ക് രാധാറാണിയെക്കുറിച്ച് അറിയുക മാത്രമല്ല, ശ്രീമതി രാധാറാണിയുടെ അടുത്തെത്തുക എന്നതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അന്നേരം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊരു യോഗ്യതയില്ല അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാൻ. പക്ഷേ ഗുരു പരമ്പര വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിന് കൂടുതൽ അപ്പർ ഹാൻഡ് ഉണ്ട് മറ്റേത് സമ്പ്രദായത്തെക്കാട്ടും. അത് ഞാൻ ഈ സമ്പ്രദായത്തിലൂടെ വരുന്നതുകൊണ്ടല്ല, കാരണം ശിക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും
പരിചയസമ്പന്നതയുടെ അടിസ്ഥാനത്തിലും സാക്ഷാത്കാരങ്ങളുടെ അടിസ്ഥാനത്തിലും പിന്നെ ഈ ഒരു സമ്പ്രദായത്തിലൂടെ വരുന്നവരെ എത്രത്തോളം ഉയർത്താൻ കഴിവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും അറിയാലോ, ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. കമൻസിൽ ടൈപ്പ് ചെയ്യൂ, ബിൽ ഗേറ്റ്സ് ആരാണ്, സ്റ്റീവ് ജോബ്സ് ആരാണ്, എല്ലാവർക്കും അറിയാം. ബിൽ ഗേറ്റ്സ് ആണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ്, അതൊക്കെ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവർ. സ്റ്റീവ് ജോബ്സ് അല്ലെ ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടറാണ്. ഇവർ കോളേജിൽ പോയിട്ടില്ല, കോളേജിൽ പഠിച്ചിട്ടുമില്ല. പക്ഷെ ഇവർക്ക് ഒരു ബിസിനസ് പരമായിട്ടുള്ള ടാലൻറ്റും ഉണ്ട്, ടെക്നിക്കൽ ടാലൻറ്റും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു കമ്പനി സ്ഥാപിച്ചത്. അതുകൊണ്ട് അവർ ഫേമസുമാണ്. പക്ഷേ ഇവർക്കൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇവർക്കൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതിലൂടെ ഇവർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? എന്നാലും ഇവരുടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വേറെ കോളേജസിലൂടെ എന്തിനേറെ പറയുന്നു, ഇവരുടെ കമ്പനിയിൽ കോളേജിൽ പോകാത്ത ഒരാളെ ജോലിക്ക് എടുക്കുമോ? ഒരിക്കലും എടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇവരുടെ കമ്പനിയിൽ മൈക്രോസോഫ്റ്റിലാണെങ്കിലും ആപ്പിളിലാണെങ്കിലും ജോലി വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എങ്കിലും വേണ്ടേ? അല്ലാതെ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരാളെ ഇവരുടെ കമ്പനിയിൽ സ്വീകരിക്കുമോ? ഒരിക്കലില്ല. അതേപോലെ നമ്മൾ പ്രോപ്പർ ബേസ് ഉള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ ശിക്ഷണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് കൂടുതൽ പേർക്കും ഈ ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവരൊക്കെ വിശിഷ്ട വ്യക്തികളാണ്, സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രോപ്പർ ഗുരുശിഷ്യ പരമ്പരയുടെ ശിക്ഷണങ്ങളുടെ അഭാവം കാണാൻ കഴിയും. കാരണം ഇവിടെ പ്രേമാനന്ദ് മഹാരാജിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, പ്രേമാനന്ദ് മഹാരാജിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ദീക്ഷാ ഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹം രാധാവല്ലഭ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹത്തിന് പേഴ്സണലി എത്രത്തോളം ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ വശങ്ങളുണ്ട്, എത്രത്തോളം സാക്ഷാത്കാരം, പൂജാരി നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ ശിക്ഷണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അന്നേരം മറ്റേത് സമ്പ്രദായങ്ങളെക്കാട്ടിയും ശിക്ഷണങ്ങൾ, ബോധത്തെ എങ്ങനെ ഉയർത്താം എന്നുള്ള കാര്യം, അതായത് മെയിൻലി മായ എന്താണ് കൃഷ്ണൻ, എന്താണ് മായ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയെങ്കിലേ നമുക്ക് നമ്മുടെ ഉള്ളിലെ വാസനകളെ നമുക്ക് മറികടക്കാൻ കഴിയും. അന്നേരം ഇന്ന് കൂടുതലും അതായത് ഒരു വ്യക്തി പോപ്പുലർ ആയി കഴിഞ്ഞാൽ ആ വ്യക്തി ഇനിയും പോപ്പുലർ ആവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് സദ്ഗുരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ കൂടുതൽ പേര് വരും, കാരണം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ ശ്രീ രവിശങ്കർ അദ്ദേഹം എവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതൽ പോപ്പുലർ ആവും, കാരണം ഓൾറെഡി പോപ്പുലറായ വ്യക്തിയാണ്. പോപ്പുലർ എങ്ങനെയാകുന്നു? പല പല TV ചാനൽസിലൂടെയും യൂട്യൂബ് ചാനൽസിലൂടെയും അങ്ങനെ വീണ്ടും വീണ്ടും ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാവരും കേൾക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോപ്പുലർ ആവും. ഇപ്പോൾ ഉദിത് ചൈതന്യ, അദ്ദേഹം ഇത്രയും പോപ്പുലർ ആകാൻ കാരണം എന്താ? പണ്ട് മുതലേ TV വന്ന അതിൻ്റെ ഒരു എക്സ്പോഷർ, എല്ലാവർക്കും ആ TV കണ്ട് ഭാഗവതം പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു മാസീവ് ഓഡിയൻസിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആധികാരികമായിട്ട് മാറുകയാണ്. ആധികാരികമാണെന്ന് തോന്നും എല്ലാവർക്കും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുതിയതായിട്ട് ഇപ്പോൾ കോൾഡ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കുന്ന പേര് ഏതായിരിക്കും? ഒരിക്കലും നിങ്ങൾ കുടിക്കാൻ പാടില്ല. അതായത് പ്രത്യേകിച്ച് അഥവാ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ സ്പ്രൈറ്റ്, അതൊക്കെ ഞാൻ അവിടെ പരസ്യം പറയുന്നതല്ല, അതൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം വല്ലപ്പോഴും ഒക്കെ. പക്ഷെ പെപ്സി, കൊക്കക്കോല ഒരിക്കലും കുടിക്കാൻ പാടില്ല, കാരണം അതിനകത്ത് കെഫീൻ ഉണ്ട്. എസ്പെഷ്യലി 4 യമനിയമങ്ങൾ പാലിക്കുന്ന ഭക്തരോട് ഞാൻ പറയുകയാണ്, ചായ കാപ്പി നമ്മൾ എന്തായാലും കുടിക്കത്തില്ല. അതേപോലെ ഈ കൊക്കക്കോല, പെപ്സി, ഡാർക്കായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾ കുടിക്കരുത്, അതിൽ കെഫീൻ ഉണ്ട്. മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഷുഗർ വാട്ടർ അത് ഡെഫിനറ്റ്ലി ഹാംഫുൾ ആണ്, നമുക്ക് ഒരിക്കലും നല്ലതല്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ ട്രാവലിംഗ് ടൈമിലോ അതിനൊക്കെ നമ്മുടെ ആ ട്രാവലിൻ്റെ എക്സോസ്റ്റ് ആയിട്ടിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരാനായിട്ട് ചിലപ്പോൾ നമ്മളത് കുടിക്കുന്നതിൽ തെറ്റില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വല്ലപ്പോഴും ഒക്കെ അതിൽ സ്പ്രൈറ്റ് ഓക്കെ, 7up ഓക്കെ, മറ്റുള്ള
ഡ്രിങ്ക്സ് ഒക്കെ കഴിയുന്നു അവോയ്ഡ് ചെയ്യണം. ഈവൻ മൗണ്ടൻ ഡ്യൂ എന്ന് പറയുന്ന അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം മൗണ്ടൻ ഡ്യൂവിലും കാഫീൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതിൽ കാഫീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ലഹരിയാണ്. ചായ കാപ്പി പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ലഹരിയുണ്ട്. കാരണം നമ്മളങ്ങനെ ഒരു സംസ്കാരമല്ല നമ്മുടെ ചായയും കാപ്പി കുടിക്കുന്നത്. അത് ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. അതിനകത്ത് ലഹരിയുണ്ട്. ഓക്കെ, ഞാൻ ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ, പൊതുവെ കോൾഡ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന പെപ്സി, കൊക്കക്കോല അങ്ങനെയുള്ള ബ്രാൻഡ്സാണ്. എന്തുകൊണ്ട്? വർഷങ്ങളായിട്ട് മാച്ചസിലൂടെയും അല്ലേ, ടി വി അഡ്വർടൈസ്മെൻറ്റിലൂടെയും പെപ്സി കൊക്കക്കോല, പെപ്സി കൊക്കക്കോല, പെപ്സി കൊക്കക്കോല, പെപ്സി കൊക്കക്കോല. അന്നേരം കോൾഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ ഉടനെ ഇവരുടെ പേരുകളായിരിക്കും നമുക്ക് പറയാം. കാരണം തുടർച്ചയായിട്ടുള്ള പരസ്യം. ഇതേപോലെ പുതിയ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഉടൻ തന്നെ എന്ത് പറ്റുമെന്നറിയാം? അത് കുറേ കാലം ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു പുതിയൊരു ബ്രാൻഡ് മാങ്ങ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അന്നേരം പെപ്സിയുണ്ട്, കൊക്കക്കോലയുണ്ട്, മാങ്ങ പുതിയൊരു ബ്രാൻഡാണ്. അന്നേരം നമ്മൾ ഗോലോകം ഇറക്കിയ മാങ്ങ എന്ന് പറഞ്ഞൊരു കോൾഡ് ഡ്രിങ്ക്. അന്നേരം തുടർച്ചയായിട്ട് പത്രത്തിൽ മാങ്ങ 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 എന്ന് കേൾക്കുമ്പോൾ പിന്നെ പെപ്സി കൊക്കക്കോല പോലെ മാങ്ങയും വളരെ ഒരു പോപ്പുലർ ബ്രാൻഡായിട്ട് മാറും. അന്നേരം പോപ്പുലർ മീൻസ് ആധികാരികം, അങ്ങനെ ആയി പോകും. ഉദാഹരണത്തിന് ഗൂഗിളിൽ വരുന്ന എല്ലാം കറക്റ്റാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ട്? ഗൂഗിൾ പോപ്പുലർ ആയതുകൊണ്ട്. യൂട്യൂബിൽ വരുന്ന എല്ലാം പോപ്പുലർ ആധികാരികമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താ? യൂട്യൂബ് പോപ്പുലർ ആയതുകൊണ്ട്. പോപ്പുലർ മീൻസ് ആധികാരികം എന്ന് നമ്മൾ ചിന്തിക്കുന്നു, ഒത്തൻറ്റിക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ നോട്ട് നെസസറി. ഈ ഉദാഹരണത്തിലൂടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പൊതുവേ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ, ഇപ്പം ശിവരാത്രി ദിവസം തന്നെ എല്ലാവരും സദ്ഗുരു ഈഷ ഫൗണ്ടേഷൻ്റെ ഒരു കോയമ്പത്തൂർ ബ്രാഞ്ചിലേക്ക് പോകും. വലിയ വലിയ സെലിബ്രിറ്റീസും അവരൊക്കെ അതങ്ങ് ഒരു ആധികാരികമായിട്ട് മാറി. കാരണം ഇറ്റ്സ് പോപ്പുലർ, ദാറ്റ്സ് വൈ. അന്നേരം പോപ്പുലർ നോട്ട് നെസസറി ഇറ്റ് ഈസ് ഓത്തൻറ്റിക്. മനസ്സിലായില്ലേ? അത് ഓത്തൻറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പോപ്പുലർ ആവാനുള്ള വശങ്ങൾ അതിന് വേറെ പല ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ചീപ്പായിട്ട് പോപ്പുലർ ആവുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എടുത്തു പറയല്ലേ, നമ്മുടെ ഇത് പറയില്ലേ, ഓക്കെ നമുക്ക് പേര് പറയാം. ബോച്ചെ എല്ലാവർക്കും അറിയാമല്ലോ, ബോബി ചെമ്മന്നൂർ. അദ്ദേഹം എന്തായാലും ആള് പല പല ചീപ്പ് വൾഗർ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പോപ്പുലർ ആവുകയാണ്. പക്ഷെ അതിലൂടെ പൊതുവെ ആൾക്കാർ വിചാരിക്കും ആള് ഒരു മണ്ടനാണെന്ന് വിചാരിക്കും, ആള് വിഡ്ഢിയാണ്, കോമാളിയാണെന്ന് വിചാരിക്കും. പക്ഷെ അത് ആളുടെ ഒരു തന്ത്രവും കൂടിയാണ്, ആളുടെ ബ്രാൻഡ് കൂടുതൽ പോപ്പുലർ ആക്കാൻ വേണ്ടി. ഇറ്റ്സ് ഓൾ അവരുടെ ഒരു ടെക്നിക്സ് ആണ് ആക്ച്വലി. അന്നേരം അങ്ങനെ പോപ്പുലാരിറ്റി വരുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ കണ്ടെത്തുന്ന തന്ത്രങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റീച്ചിലേക്ക് പോകുമ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വരും. ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുന്നത് എന്താണ്? ഞാൻ ഇത്രയും ഫേമസ് ആണ്, അന്നേരം ഞാൻ ആരിൽ നിന്ന് ആധ്യാത്മിക പഠനങ്ങൾ സ്വീകരിക്കുന്നു ആ വ്യക്തിയും ഫേമസ് ആയിരിക്കണം. അന്നേരം അങ്ങനെ ആ വ്യക്തി ആ ഫേമസിൻ്റെ അടുത്തേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഇത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തി അത്രയും ആ ഒരു ആളുടെ അടുത്ത് എത്തുമ്പോൾ ആൾ ഇനിയും ഫേമസ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ആ ഫെയിമിൻ്റെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അന്നേരം അങ്ങനെ കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്? അന്നേരം ഒരിക്കലും അടിയൻ ഇവിടെ അവകാശപ്പെടുകയല്ല ഞാനാണ് കറക്റ്റ്, അതല്ല. പക്ഷെ അടിയൻ്റെ പരമ്പര കറക്റ്റാണ്, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര. അതായത് നമ്മുടെ ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഏതൊരു വഴിയും സ്വീകരിക്കാം. ഈ ബ്രഹ്മം അഥവാ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം അടിയൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, കാരണം ഞാൻ സ്വയം ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ റിസൾട്ട്സ് കിട്ടുന്നുണ്ടല്ലോ. ഇനി മറ്റ് പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ഫോളോവേഴ്സാണ്. അതിനപ്പുറം എന്ത് എന്നൊരു ബിഗ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈഷ ഫൗണ്ടേഷൻ്റെ ലെക്ചേഴ്സോ അല്ലെങ്കിൽ രവിശങ്കർജിയുടെ ക്ലാസ്സോ
അമൃതാനന്ദമയുടെ അങ്ങനെ റെഗുലർ ആയിട്ടുള്ളൊരു ക്ലാസ്സുകളില്ല. അത് കൂടുതലും ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. ഇനി ഇവൻറ്റ്സിലും ഒരു ടോക്ക്, പക്ഷെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക്. ഇനി അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ബുക്സ് കാണും, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ല. ഒരു പ്രോപ്പർ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി പ്രേമാനന്ദ് മഹാരാജിൻ്റെ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ അഫ്കോഴ്സ് മഹാരാജിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ? പക്ഷെ നിങ്ങൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ പ്രഭുപാജിയുടെ ബുക്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രചോദനം ഉൾക്കൊണ്ട് ഗീതയും ഭാഗവതം പഠിച്ച് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള അടുത്ത ചോദ്യം നിങ്ങൾ ഡെഫിനറ്റ്ലി അടുത്ത നിയറസ്റ്റ് സെൻറ്ററിൽ പോകും. എന്നാൽ അടുത്ത സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കാണും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിനോടൊപ്പം നിങ്ങൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. അന്നേരം അങ്ങനെ ഒരു ഫെസിലിറ്റി, ഒരു അവസരം എല്ലാ ഓർഗനൈസേഷനും കൊടുക്കാറില്ല. ഇപ്പം നിങ്ങൾ പ്രേമാനന്ദ് മഹാരാജിൻ്റെ ക്ലാസ്സുകളെല്ലാം കേട്ട് വൃന്ദാവനത്തിൽ പോയി അദ്ദേഹത്തെ കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് കേട്ടിരിക്കാം, പക്ഷെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എങ്ങനെ പരിശീലിക്കും? കാരണം ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ആ ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം. ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു ഗൈഡൻസിൻ്റെ അഭാവം എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള ഇസ്കോൺ സെൻറ്റേഴ്സിൽ പോലും കുറവാണ്. എന്തായാലും അടിയൻ്റെ വലിയൊരു ഭാഗ്യം, ഗുരുപരമ്പര അടിയൻ ഈ ഒരു അവസരം നൽകുകയാണ്. അതായത് നിങ്ങൾ അടിയൻ്റെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വന്നവർക്ക് എല്ലാവർക്കും അറിയാം, കമൻസിലിടാം, നിങ്ങൾ എങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാം എന്നുള്ള പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണ് നമ്മളിവിടെ നൽകുന്നത്, നോട്ട് ജസ്റ്റ് തിയററ്റിക്കൽ. അന്നേരം യൂട്യൂബിലെയും സോഷ്യൽ മീഡിയയുടെയും പോപ്പുലാരിറ്റിക്ക് അപ്പുറത്തായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഒരുപാട് പ്രഭാഷണം എടുക്കുന്ന വ്യക്തികൾ കാണും. അന്നേരം ആ വ്യക്തികളുടെ പോലും പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് ഒരിക്കലും ചെന്ന് കയറാൻ കഴിയില്ല. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെന്നാൽ പോലും അവർക്കൊരു ഗൈഡൻസ് തരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ആ സോഷ്യൽ മീഡിയ ടോക്കിൻ്റെ ഉദ്ദേശം തന്നെ അത് അവരൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോവുകയാണ്. അതായത് മറ്റേതാ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ ഒരു ഇൻഫ്ലുവൻസർ, അതായത് യൂട്യൂബിലൂടെ വ്യൂസും റീച്ചിലൂടെയും അവരുടെ നിലനിൽപ്പ്, അതാണ് കൂടുതലും അവർ നോക്കുന്നത്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ കാരണത്താൽ, ഗുരുപരമ്പരയുടെ കാരണത്താൽ നമ്മുടെ ഉദ്ദേശം കുറച്ചും കൂടെ അതിനപ്പുറത്തായിട്ട് പോകുന്നുണ്ട്. അത് വരുന്നവർ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലൂടെ പോപ്പുലാരിറ്റി അല്ല നമ്മുടെ ലക്ഷ്യം. റീച്ച് ഡെഫിനറ്റ്ലി കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാൻ അടിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് നിങ്ങൾ വരുമ്പോൾ, അത് ഒരാളാണെങ്കിൽ പോലും അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനുള്ള ഒരു ഫെസിലിറ്റി വളരെ വിനയത്വത്തോടു കൂടി ഹംബ്ലി ഞാൻ അവകാശപ്പെടുന്നു. അത് ഗോലോകൻ ട്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. മലയാള ഭാഷയിൽ നിങ്ങൾക്ക് മലയാളികൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ ഒരു ഫെസിലിറ്റി അപ്പാർട്ട് ഫ്രം ഇസ്കോൺ സെൻറ്റേഴ്സ് ഓൾസോ. കാരണം ഇസ്കോൺ സെൻറ്റേഴ്സ്, വളരെ പോപ്പുലറായിട്ടുള്ള ഇസ്കോൺ സെൻറ്റേഴ്സ് ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പോലും ഞാൻ അവിടെ 5 വർഷം ഉണ്ടായിരുന്നു. ഇത്രയും ഒരു നിങ്ങൾക്ക് ഓപ്പൺലി ഇൻവോൾവായി ഭക്ത കൂട്ടായ്മയിൽ സർവീസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരവസരം, സർവീസ് എഡ്യൂക്കേഷൻ, ആ കോൺഷ്യസ്നെസ്സിൻ്റെ എലിവേഷൻ, അതിനുള്ള ഫെസിലിറ്റി. കാരണം അതിൻ്റെ അഭാവം അടിയൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം അടിയൻ പ്രഭുപാദ്ജിക്ക് വേണ്ടിയും ഗുരു മഹാരാജിന് വേണ്ടിയും സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ്സ് എ ഹംബിൾ ബിഗിനിങ്. ഐ ഡോണ്ട് ഹാവ് ഇനഫ് വെൽത്ത് ടു എക്സ്പാൻഡ് ഇറ്റ്. പക്ഷേ ഉള്ളത് വെച്ച് നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. നമ്മൾ റെൻറ്റഡ് പ്രോപ്പർട്ടിയിലാണ്. പക്ഷെ എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് റിസൾട്ട്സ് അതേ വരുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അടിയനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലൊരു പുരോഗതി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഇതിൻ്റെ ഇടയിലും ഇതിൽ നിന്നും വിട്ടുപോയ കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് പക്ഷേ
അവർക്കും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി ഞാൻ പല 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 എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് അത്രത്തോളം ഹയർ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് പല വ്യക്തികളും വിട്ടുപോയത്. അല്ലാതെ പേഴ്സണലി ഞാൻ ഒരു മോശപ്പെട്ട വ്യക്തിയല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം? ആരെയും ചൂഷണം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു സാധാരണ മറ്റ് ഇൻഫ്ലുവൻസ് യൂട്യൂബ് ആൾക്കാരെ പോലെ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്ര എക്സ്പെൻസസോ ഒന്നും അതിൻ്റെ ഒന്നും ഹെഡേക്ക് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ഹെഡേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. കാരണം പ്രഭുപാദജി ആ ഒരു ഹെഡേക്ക് എടുത്തു, ഗുരു മഹാരാജ് ആ ഒരു ഹെഡേക്ക് എടുത്തു, അടിയനും ആ ഒരു ഹെഡേക്ക് എടുക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? അന്നേരം അടിയൻ്റെ ഒരു ഉദ്ദേശം ജസ്റ്റ് ലൈക്ക് എ ലവിങ് ഫാദർ, ലവിങ് ടീച്ചർ, എഡ്യൂക്കേഷനിലൂടെ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുക എന്നതാണ്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അതിനു വേണ്ടിയാണ് ഈ ഗോലോകൻ ട്രസ്റ്റ് ശ്രമിക്കുന്നത്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും ഇത് പഠിച്ച് അടുത്ത ജനറേഷനിലേക്ക് ഇത് എത്തിക്കണമെന്ന്. അതിന് നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ആശ്രമത്തിൽ വരണം. ഓൺലൈനിൽ തന്നെ ഒതുങ്ങിയിരിക്കരുത്. പ്രാക്ടിക്കലി നിങ്ങൾ നേരിട്ട് അത് മനസ്സിലാക്കണം, എങ്ങനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാം എന്ന്. അത് സത്യം. ഗുരുവായൂരപ്പനാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിനു വേണ്ടി പറയുന്നതല്ല, പക്ഷെ സത്യമായിട്ടും ഞാൻ അത്ര മോശപ്പെട്ട വ്യക്തിയല്ലെന്നാണ് എൻ്റെ കുറച്ച് വിശ്വാസം. വലിയ പരിശുദ്ധ പരിശുദ്ധ ഭക്തനാണെന്ന് ഞാൻ അവകാശപ്പെടില്ല. അത് ഭഗവാനെ അറിയൂ, ഗുരു പരമ്പരയ്ക്ക് അറിയത്തുള്ളൂ. പക്ഷേ പേഴ്സണലി ഞാൻ ആരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരെ പറ്റിച്ച് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ചീപ്പ് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയോ അങ്ങനെ അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആണ്. അന്നേരം ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിലൊരു ഭക്തൻ ഒരു മഹാരാജിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഫെസിലിറ്റി, ആധ്യാത്മിക പഠനത്തിന് വേണ്ടിയുള്ള ഫെസിലിറ്റി പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇന്ന് വളരെ കുറവാണ് ആക്സസ് ഉള്ളത്. കാരണം നമ്മൾ അമ്പലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സപ്താഹം നടക്കുന്നുണ്ട്, ഗീതായജ്ഞമൊക്കെ നടക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. അത് അവരവിടെ ഇരുന്നു കൊണ്ട് അന്നേരം ഒരു ഭക്തൻ പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, കുറേ നാളായി മാറ്റി, അതാണ് സംഗതി. എന്തിനു മാറ്റി? അത് ഓർമ്മയുണ്ടോ? അത് പറയാതെ എന്താ? ജപത്തിൽ ഉറപ്പ് വേണം. അന്ന് ഞാൻ സാധന ഷീറ്റൊക്കെ പറഞ്ഞിരുന്നു. അതിൽ അമാദ്യം കാണിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, ജപിക്കാൻ സമയമില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ. ഞാനത് ഇതിനു മുമ്പേ നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഞാൻ സ്ട്രിക്റ്റാണ്. അന്നും സ്ട്രിക്റ്റാണ്, ഇന്നും സ്ട്രിക്റ്റാണ്. കാരണം നമുക്ക് കുറേ കൗണ്ട് കൂട്ടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ സത്സംഗം എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ ആണ്, എല്ലാവർക്കും സത്സംഗം കേൾക്കാം. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ കയറണമെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് റവന്യൂ അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ഭക്തിയിൽ സീരിയസ് ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രൂപ്പിൽ കയറ്റുന്നത്. ഇനി ഇവിടെയും എല്ലാവർക്കും വരാം, പക്ഷേ എത്രത്തോളം അവർ സീരിയസ് ആണോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ സേവനത്തിന് അവസരം കിട്ടും. കാരണം ആ ഒരു ഫിൽറ്ററിങ് വേണമല്ലോ, നാച്ചുറൽ. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ മാസസിനെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളും മറ്റു ഓർഗനൈസേഷനെ പോലെ ആവത്തില്ലേ. ഫോളോവേഴ്സ് ഒരുപാടുണ്ട്, ആക്ച്വലി ഫോളോ ചെയ്യുന്നവർ വളരെ കുറവ്. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ ഫോളോവേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിൽ, പക്ഷേ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും വേണം. അതൊക്കെ ഉണ്ടായിരുന്നു. ജപം ഇപ്പോഴും സർവീസ് വരാൻ പറ്റിയില്ലേ? സർവീസ് വരുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷേ ജപത്തിൻ്റെ കാരണത്താലാണ് പ്രഭുജി മാറ്റിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് സാധന ഷീറ്റിൻ്റെ ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മളന്ന് മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ ആരോടും വരരുതെന്ന് ഒരിക്കലും പറഞ്ഞില്ല. എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മളെന്നും സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷെ ആ സ്ട്രിക്ട്നെസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
കാരണം നമ്മൾ നമ്മുടെ തിരക്കിൻ്റെ കാരണങ്ങൾ എപ്പോഴും പറയാം, കുടുംബത്തിൻ്റെ തിരക്ക് ഇതാണൊക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾ ഭക്തിയിൽ പുരോഗമിക്കുക? കാരണം ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും. അത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഒരു ടീച്ചർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ പേഴ്സണലി ഇവിടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രയോജനം എന്നും കൂടെ നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിനെ ഭയപ്പെടും, ടീച്ചറിൻ്റെ ആ സ്ട്രിക്ട്നെസ് ഭയപ്പെട്ട് ടീച്ചറിൽ നിന്നും മാറാറുമുണ്ട്, ഒളിച്ചോടി നിൽക്കാറുമുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ആശ്രമത്തിലുള്ള ഒരു പയ്യൻ ഒരുപാട് വഴിതെറ്റിയുള്ള സഞ്ചാരമൊക്കെ ആയിരുന്നു. പക്ഷേ ആശ്രമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഇവിടെ വന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. അവസാനം ഒരുപാട് പേർ ഒരുമിച്ചു, ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നന്നായി. പിന്നെ കുറച്ച് അലസത കണ്ടപ്പോൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, വീണ്ടും വീണ്ടും വാർണിംഗ് കൊടുത്തു. അവസാനം ഞാൻ പറയും, മോനെ പോകും. കാരണം ഇങ്ങനെ അലസത കൊണ്ടൊന്നും ശരിയാവത്തില്ല. അലസത കൊണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥലമല്ല ഇത്. ഭഗവാന് വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലും നിനക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കെപ്പോഴും ഇങ്ങോട്ട് എന്താ പറയുന്നത്, ഇപ്പം കുംഭമേളയിൽ ചെന്നപ്പോഴും ആളിപ്പം ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അന്നേരം ഇപ്പോൾ ഇടയ്ക്ക് എന്നെ ഫോൺ ചെയ്തു. കുംഭമേളയിൽ പോയപ്പം അവിടെ എൻ്റെ ഫോട്ടോ ആളുടെ കിട്ടിയിരുന്നു. നമ്മുടെ കാർഡില്ലേ, രാധാ മദൻ ഗോപാൽജിയുടെ, ഇങ്ങനെ എങ്ങനെയോ ആരുടെയോ കയ്യിൽ നിന്ന് ആ കാർഡ് കിട്ടിയിരുന്നു. അന്നേരം ആൾക്ക് മനസ്സിലായി എന്തോ ഭഗവാൻ ഒരു മെസ്സേജ് തരുന്ന പോലെ, ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും പോകണം എന്നൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, യു ആർ ഓൾവേസ് വെൽക്കം. പക്ഷെ അന്ന് പറഞ്ഞായിരുന്നെ വീണ്ടും ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ നയം മാറ്റുന്നവരെ ഞാൻ എൻ്റെ നയവും മാറ്റത്തില്ല. ഞാൻ എന്താണോ അന്ന് പറഞ്ഞത്, എനിക്കൊരു മാറ്റമില്ല. അന്നും ഇന്നും ഞാൻ എന്നും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അത് ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് എന്നും ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഗോലോകൻ ട്രസ്റ്റിൻ്റെ, ഞാനിവിടെ നമ്മുടെ ട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ഒരു എന്തു പറയുന്നത്, പരസ്യം ചെയ്യുന്നതല്ല. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, ഇവിടെ വന്ന എല്ലാ ഭക്തർക്കും അറിയാം. അതായത് നമ്മൾ സത്സംഗം കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ബെനിഫിഷ്യലാണ് സത്സംഗം കേൾക്കുന്നതിനോടൊപ്പം നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് സേവനം ചെയ്യുന്നു. അത് നിങ്ങൾ എവിടെ, ലോകത്തിൻ്റെ എവിടെ, ഏത് കോർണറിലാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ആശ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കൂടുതൽ അതിൽ സർവീസിൻ്റെ ഭാഗമാകാൻ കഴിയും. എല്ലാ ദിവസവും ഇവിടെ ഇരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഭാഗ്യം കാണത്തില്ല. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ വരാമല്ലോ, മാസത്തിൽ ഒരിക്കൽ വരാമല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ വരാമല്ലോ, മാസത്തിൽ ഒരു 15 ദിവസം ഇവിടെ നിൽക്കാമല്ലോ, ഒരു മാസം ഇവിടെ നിൽക്കാം, ഒരു മാസം പോവാം. അങ്ങനെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വോളണ്ടറി സർവീസാണ്. വോളണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ നോ കമ്പൽഷൻ. അത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാം. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവും? നമുക്ക് ഇപ്പോൾ ഇത്രയും ചെയ്യാൻ കഴിവുണ്ടായിട്ട് നമ്മൾ അത്രയും ചെയ്തില്ലെങ്കിൽ അത് മോശമാണ്. ഇത്രയും ചെയ്യാൻ കഴിവുണ്ടായിട്ട് നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ അത് മോശമാണ്. അന്നേരം നമ്മുടെ എബിലിറ്റി, അന്നേരം ഒരു ഗുരു നോക്കുന്നത് ശിഷ്യരുടെ എബിലിറ്റിയാണ്. എത്ര ഡൊണേഷൻ തരാനുള്ള കഴിവുണ്ടെന്നല്ല, എത്ര അവർക്ക് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. കാരണം നിങ്ങൾ തരുന്ന രൂപ പോലും അടിയന്നെ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൂട്ടി വെച്ചിരിക്കുകയാണ് അല്ല, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന ഓരോ രൂപയും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ റിട്ടയർഡായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഫെസിലിറ്റി ഒന്ന് ആലോചിച്ചു, ഈ ആശ്രമം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയനെ? വല്ലപ്പോഴും എങ്കിലും നിങ്ങൾക്ക് വന്നൊന്ന് ഗുരുവായൂരിൽ വരുമ്പോഴോ വൃന്ദാവനത്തിൽ വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കാതെ കുറച്ച് ദിവസം താമസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നമുണ്ടായി നിങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അല്ലയോ? നിങ്ങൾ കമൻസിലിടും. അതായത് എല്ലായിടത്തും നിങ്ങൾ ഒറ്റപ്പെട്ട് ഏത് അർദ്ധരാത്രിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഈ ആശ്രമം? ധൈര്യമായിട്ട് നിങ്ങൾ കമൻസിൽ പറയും. അത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കമൻസിൽ ഓപ്പൺലി പറയൂ, അങ്ങനെ ഒരു സ്ഥലമാണോ അല്ലയോ ഈ ആശ്രമം? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വരുന്നു? അത് അടിയൻ്റെ കഴിവാണോ? അല്ല, ഗുരു പരമ്പരയുടെ ആ ഒരു
അത്രത്തോളം അടിയൻ സിൻസിയറായിട്ട് ശ്രമിക്കുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാ എൻ്റെ ശിഷ്യരോടും, ദീക്ഷ എടുത്ത ശിഷ്യരോടും എപ്പോഴും പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എപ്പം വേണമെങ്കിലും വരാമെന്ന്. ഈ വാതിൽ എപ്പോഴും നിങ്ങൾ തുറന്ന് കിടക്കുവാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നു, ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അവര് സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, എല്ലാരും അവരെ ഒന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ. ഹരേ കൃഷ്ണ. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. അന്നേരം നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. പ്രഭുപാദജി എന്താണോ പറയുന്നത്, ഗുരു മഹാരാജ് എന്താണോ പറയുന്നത്, ആ ഒരു വഴിയിലൂടെ പോവുക എന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലത്ത് വേൾഡ് വൈഡുള്ള ഇസ്കോൺ സെൻറ്റേഴ്സ് ഇങ്ങനെ തന്നെയാണ്, ഫോർച്ചുനേറ്റ്ലി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ ആ ഒരു വൈബ് ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം, എന്നെ ഒരു ഇസ്കോണും പുറത്താക്കിയതല്ല, ഞാൻ സ്വയം ഇസ്കോണിൽ നിന്ന് പുറത്തു വന്നതാണ്. സോ ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് എ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഇസ്കോൺ. പ്രഭുപാദജി ആഗ്രഹിച്ച പോലെ ഒരു ഇസ്കോണിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ദാറ്റ്സ് ഫോർ പ്രഭുപാദ്. അല്ലാതെ ഐ എം നോട്ട് അഗേൻസ്റ്റ് ഇസ്കോൺ. ഗോലോകൻ ട്രസ്റ്റ് ഈസ് നോട്ട് അഗേൻസ്റ്റ് ഇസ്കോൺ. നോബഡി ഹാസ് റിമൂവ്ഡ് മീ ഫ്രം ഇസ്കോൺ. എന്നെ ആരും ഇസ്കോണിൽ നിന്ന് പുറത്താക്കിയതല്ല, ഞാൻ സ്വയം അതിൽ നിന്ന് പുറത്തു വന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ചിലപ്പോൾ ഇസ്കോൺ സെൻറ്റേഴ്സിലുള്ള ചില ആൾക്കാർ പറയും ആളിനെ പുറത്താക്കിയതാണെന്നൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ സത്യം ചെയ്ത് പറയാം, എൻ്റെ ഗുരു മഹാരാജിനെ സത്യം ചെയ്ത് പറയാൻ, ഒരിക്കലും എന്നെ പുറത്താക്കിയതല്ല. പക്ഷെ ഐ പേഴ്സണലി ഫെൽറ്റ് അവർ പ്രഭുപാദജിയും ഗുരു മഹാരാജും ചെയ്തതിൻ്റെ ഒരു 10% പോലും ഇന്ന് കേരളത്തിലുള്ള ഇസ്കോൺ സെൻറ്റേഴ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അടിയൻ തന്നെയാണ്. വൈ? എന്നെക്കാട്ടിയും എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള എത്രയോ ഭക്തർ നമ്മുടെ കേരളത്തിലുണ്ട്. എത്രയോ ഭക്തരുണ്ട്. അവർക്ക് എത്രയോ ഫെസിലിറ്റീസ് ലഭിച്ചിട്ടും ഒരു അംശം, അവരൊരു 10% പോലും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് എഫേർട്സ് ഇടുന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ കേരളത്തിലുള്ള ഇസ്കോണിൽ എന്നെക്കാട്ടിയും സീനിയറായിട്ടുള്ള ഭക്തർ അവരുടെ എബിലിറ്റിയുടെ 10% ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, കേരളം മുഴുവൻ രക്ഷപ്പെടും. ഇത് വലിയൊരു സത്യമാണ്, നിങ്ങൾക്കറിയാം. എൻ്റെ പ്രഭുപാദജിയാണ്, എൻ്റെ ഗുരു മഹാരാജാണ് ഞാൻ പറയുകയാണ്. എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസും ലിമിറ്റഡ് എബിലിറ്റിയും വെച്ച് ഗുരുവായൂരപ്പൻ്റെ കാരണത്താൽ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. അത്രേ എനിക്ക് പറ്റൂ. ഗുരുവായൂരപ്പൻ്റെ കാരണത്താൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള ഇസ്കോൺ സെൻറ്റേഴ്സിലെ സീനിയർ ഭക്തരെല്ലാവരും കൂടെ അവരുടെ കഴിവിൻ്റെ ഒരു 10% എന്ന് ഞാൻ പറയുന്നുള്ളൂ. 10% അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. എന്തോ ഈ ഒരു സന്ധ്യയിൽ അടിയൻ ഇങ്ങനെ ഒരു ടോക്ക് പറയുന്നു, അത് മഹാപ്രഭുവിൻ്റെ പ്രേരണയാലാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഗുരു മഹാരാജിൻ്റെ പ്രേരണയാലാണെന്ന്. ടോപ്പിക് അങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10% പോലും അവർ എഫേർട്സ് ഇടുന്നില്ല. ഹാർഡ്ലി ഒരു 1% മാത്രം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി, സുപ്പീരിയേഴ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതായത് ഇസ്കോൺ ഒരു പ്രോപ്പർ ബാലൻസ്ഡ് അപ്രോച്ചാണ്. അത് സീനിയേഴ്സിനോട് എപ്പോഴും ഹയർ അതോറിറ്റീസ് ചോദിക്കും, സോണൽ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കണം, നിങ്ങളുടെ സോണിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ. അന്നേരം അതിനു വേണ്ടി എല്ലാവരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാത്രം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നേരം എന്തായാലും ചെയ്യുന്നു, എന്തായാലും റിപ്പോർട്ട് അയക്കണം, എനിക്ക് പിന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചൂടെ എന്നാണ് അടിയൻ്റെ ഒരു ചോദ്യം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം കൂടെ അങ്ങനെ ഒരു ഇതുണ്ട്. എനിവേ, അതിലോട്ട് നമ്മൾ കടക്കേണ്ട. അത് അങ്ങനെയുള്ള
എന്താ പറയുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് എനിക്കിഷ്ടമല്ല. അത് വേണ്ട, എന്തിനാ വെറുതെ. നമുക്ക് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ എന്നാലും ആ ടോപ്പിക്ക് അത് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇത് വലിയൊരു സൗഭാഗ്യമായിട്ട് അടിയൻ കാണുന്നു. ഗുരുവായൂരപ്പൻ ഇനിയും അവസരം നൽകട്ടെ, അടിയന് അതിനുള്ള എബിലിറ്റി നൽകട്ടെ, പ്രചോദനം നൽകട്ടെ. എല്ലാം ഗുരുവായൂരപ്പൻ നൽകണം. അവസരം നൽകണം, പ്രചോദനം നൽകണം, എബിലിറ്റി നൽകണം. പിന്നെ നിങ്ങളെപ്പോലെ സിൻസിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തരെയും നൽകണം. നിങ്ങളെല്ലാം വളരെ സിൻസിയർ ഭക്തരാണ്. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബ്ലെസ്സിങ് നിങ്ങൾ ഭക്തരാണ്. ഗുരു മഹാരാജിൻ്റെ കാരണത്താൽ, പ്രഭുപാജിയുടെ കാരണത്താൽ, ഗുരുവായൂരപ്പൻ്റെ കാരണത്താലാണ് നിങ്ങളെപ്പോലെ സജ്ജനങ്ങൾ എനിക്ക് ഈ സത്സംഗത്തിലൂടെ ലഭിച്ചത്. നിങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇനിയും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം അടിയൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ കുറച്ച് പേര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല, നമ്മൾ വലിയ സംഭവങ്ങൾ കാണിക്കാനല്ല, കേരള ദേശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി. കേരള മണ്ണിൽ ഒരുപാട് ഇപ്പോഴും നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും നല്ലവരാണ്, ആരും നല്ലവരല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവരും നല്ലവരാണ്. അവർക്ക് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അവർ വഴിതെറ്റിപ്പോവുകയാണ്. അന്നേരം അതിലേക്ക് എല്ലാവർക്കും നന്മയുടെ പാതയിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും ഒരു വഴി തുറന്നു കൊടുക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഐ എം ഹംബ്ലി റിക്വസ്റ്റിംഗ് ഈച്ച് വൺ ഓഫ് യു, എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, ഈ ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അത് സാമ്പത്തികമായിട്ടല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി, പക്ഷേ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിയും സർവോപരി വ്യക്തിപരമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യു ഷുഡ് ഡു മോർ ആൻഡ് മോർ. കാരണം നിങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചെങ്കിലേ നമുക്ക് ഇനിയും ഒരുപാട് അടുത്ത തലമുറയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. അന്നേരം കൂടുതൽ നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ 6 to 6:30 നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗൗരഭാഗവതം ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെസ്സേജുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നാളെ വരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ഒരു സേവനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നും നാളെയായിട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഗ്രൂപ്പ് മെസ്സേജസ് ഒന്നും ഇഗ്നോർ ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ്സ് കാണും, പക്ഷേ ഇതങ്ങനെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. അന്നേരം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും. അതുകൊണ്ട് വസുദേവ കുടുംബകം എന്ന് യഥാർത്ഥത്തിൽ ഇതാണ് വസുദേവ കുടുംബകം അല്ലേ. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മദൻ ഗോപാൽജിയുടെ ഫാമിലി, ശ്രീ രാധാ മദൻ ഗോപാൽജിയുടെ ഫാമിലിയാണ്. അതിന് നമുക്ക് നാളെ രാവിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ശ്രദ്ധിക്കുക. വരുന്ന ഓരോ മെസ്സേജസുകളും അതിനെ ഇഗ്നോർ ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാളെ രാവിലെ 6:30 ഗൗരഭാഗവതം നമുക്ക് ചർച്ച തുടരാം. ഹരേ കൃഷ്ണ. चैतन्य महाप्रभु की जय, नित्यानंद प्रभु की जय, अद्वैताचार्य की जय, गदाधर पंडित की जय, श्रीवास ठाकुर की जय, श्रीमती राधा रानी की जय, प्रभुपाद जी, गुरु महाराज की जय.